നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒലവക്കോട് താണാവ് റെയിൽവേ കോളനി ധോണി റോഡിലെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലുള്ള മരത്തിൻ്റെ വലിയൊരു കൊമ്പ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ ഗതാഗത തടസ്സവും 7 പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തു. മരക്കൊമ്പ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഹേമാംബിക പോലീസും വൈദ്യുതി വകുപ്പും ഉടനെ ഓടിയെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. മാത്രമല്ല ഗതാഗതം ഹേമാംബിക നഗർ പോലീസ് നിയന്ത്രിക്കുകയും ചെയ്തു. 6 മണിക്കാണ് മരങ്ങളെല്ലാം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഫയർഫോഴ്സിൻ്റെ സേവനവും ഉണ്ടായിരുന്നു. തിരക്കേറിയ ഈ സമയത്ത് മരം വീണത് ഏറെ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു. ഇവിടെ തടസ്സമുണ്ടെങ്കിലും ഇതിലൂടെ നുഴഞ്ഞു കയറാൻ കുറേ ബൈക്കുകാരും മറ്റും ഉണ്ടായത് ഇവരുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിച്ചതായി ഈ ലേഖകൻ നേരിട്ട് കണ്ടു. ഒരു ബൈക്കുകാരൻ്റെ ചാവി ഊരി പോലീസ് കൈപിടിച്ചെങ്കിലും അല്പനേരം കഴിഞ്ഞ് ബോധവൽക്കരണം നടത്തി ആ ചാവി തിരിച്ചു കൊടുക്കുന്നതായും ഈ ലേഖകൻ കാണാനുണ്ടായി. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ വാഹനയാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം, സൗകര്യം നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. JCB ഉപയോഗിച്ച് മരം ക്ലീൻ ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ അതിനിടയിലൂടെ വാഹനം കയറ്റിച്ചെന്ന് അവർക്ക് ജോലി ചെയ്യാൻ തടസ്സമുണ്ടാക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ലെന്ന് വാഹനയാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതൊരു ചിന്ത ഉണ്ടാവേണ്ടതാണ്. 7 പോസ്റ്റാണ് ഒടിഞ്ഞു പോയത്. ഈ പ്രദേശത്ത് കറണ്ട് ഇനി നാളെ ഉണ്ടാവാൻ കഴിയുള്ളൂ എന്ന് ബന്ധപ്പെട്ട KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്തായാലും യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ 2:30 മുതൽ 6 മണി വരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഇത് സഞ്ചാരയോഗ്യമാക്കുകയും വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. ലൈവായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക മഴയും കാറ്റും ഉണ്ടായത്. ഉടനെ തന്നെ നമുക്ക് ഓഫീസിൽ അറിവ് കിട്ടി. അപ്പോൾ തന്നെ സപ്ലൈയെല്ലാം ഓഫ് ചെയ്തു ഞങ്ങൾ. ഇപ്പോൾ കണക്കിലിപ്പോൾ ഞങ്ങളുടെ എണ്ണിപ്പോൾ 7 പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ പൊട്ടിയിരിക്കുന്നത് കാണുന്നത്. ഈ മരം വീണപ്പോൾ 7 പോസ്റ്റ് വീണുണ്ട്. 7 പോസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ തകർന്നിരിക്കുന്നത്. ഇപ്പോൾ അറിയിച്ചോടെ തന്നെ ഫയർഫോഴ്സും പോലീസും ഉടനെ തന്നെ സ്ഥലത്തെത്തി വേണ്ട സഹകരണങ്ങളൊക്കെ നൽകി. അവർ ഫയർഫോഴ്സ് മരങ്ങളൊക്കെ മുറിച്ചു. പോലീസ് ഇപ്പോൾ നമുക്ക് JCB അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് റോഡ് പെട്ടെന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഏകദേശം ഇത്ര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഗതാഗതം സുഗമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ നാളെ ഞങ്ങൾക്ക് സപ്ലൈക്ക് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. നാളെ വൈകിട്ടോടെ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നത്. കാരണം 7 പോസ്റ്റും പൊട്ടിയതും അപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചിട്ടൊക്കെ ഇനി മാറ്റണം. എന്നാലും ഞങ്ങൾക്ക് അത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 7 പോസ്റ്റ് പോയി ഏതെല്ലാം ഏരിയയിൽ കറണ്ട് 7 പോസ്റ്റ് പോയത് വലിയ ആൾക്കാരെ ബാധിക്കുന്നില്ല. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ്, മറ്റേ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സും പിന്നെ ഫോറസ്റ്റിൻ്റെ ഓഫീസുകൾക്ക് കാര്യമായിട്ട് ബാധിക്കുന്നുള്ളൂ. റെയിൽവേ കോളനിക്കൊന്നും ബാധിക്കില്ല. റെയിൽവേ കോളനി കാര്യമായിട്ട് ബാധിക്കില്ല. അപ്പോൾ ഈ ഏരിയയിൽ ഇന്ന് കറണ്ട് ഈ ഭാഗത്തുണ്ടാവില്ല. 7 കഴിയണം. 7 പോസ്റ്റ് ഇനിയിപ്പോൾ റെഡിയാക്കണം, എങ്കിലേ ചാർജ് ചെയ്യുള്ളൂ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾ ചാർജ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. നാളെ അപ്പോൾ ഞങ്ങൾ വേറെ അറേഞ്ച്മെൻ്റൊക്കെ ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു.
ഇതുവരെ അബദ്ധം സംഭവിക്കാതെ പോയി.